ഇന്നും പുതിയൊരു സ്പോട്ട് അന്വേഷിച്ച് ഇറങ്ങി വരുന്ന വഴിയാണ് കവലയൂര് കുളമുട്ടം റോഡ്. അതാണ് സ്ഥലം. ഇച്ചിരി പ്രകൃതി രമണീയമായ ഒരു സ്പോട്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അതാണ്ട് ഇതേ കണക്കിന് ഇച്ചിരി അത്യാവശ്യം വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കിഡിലൊരു സ്പോട്ടാണ് ഗൈസ്. കൊള്ളാം. മെയിനായിട്ട് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുമ്പം ഈ കാണുന്ന ലേക്കും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. ഫാമിലീസിനും ചിൽഡ്രൻസിനും മാത്രമുള്ള ഒരു പാർക്കെന്നൊക്കെയാണ് വെച്ചേക്കണത്. നേരത്തെ ഞാൻ അവിടെയാണ് നിന്നത്. കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ നടന്നു പോകാൻ പറ്റിയ സെറ്റപ്പിലൊരു സ്ഥലമുണ്ട് എന്നാണ് കേട്ടത്. ഓ ട്രാപ്പിഡ് ഇതിലൂടെ ഫുള്ള് കാടാണല്ലോ. ചുമ്മാ ഇല്ല ചേട്ടൻ പറഞ്ഞ പാമ്പ് അടിക്കാൻ നോക്കിക്കോളൂ. ഇങ്ങനെ പയ്യെ നടന്നു പോയി കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയൊക്കെ പറ്റും. ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്പിഡ്. കൊമ്പു, വലിയൊരു കൊമ്പ്. ടാസ്ക്. യെസ്, ഞാൻ നേരത്തെ ഇതാ ആ അറ്റം പിടിച്ച് ഇങ്ങനെയാണ് പോയത്. ഇവിടെ നിന്ന് അവിടം വരെ പോയി, പിന്നെ അങ്ങോട്ട് വഴിയില്ല ഗൈസ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും നമ്മളെ വഴിയിലൊരു പശു നിൽക്കുന്നുണ്ട്. ഇടിക്കൂല എന്ന് വിശ്വസിക്കാം. ബൈ, ഇറങ്ങി നിറലില്ല, കുഴപ്പമില്ല. നേരത്തെ നിന്ന് സ്ഥലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയായിരുന്നു. എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണുന്ന സൈഡിലായിരുന്നു ഞാൻ നേരത്തെ നിന്നത്, കുറച്ച് അപ്പുറത്തോട്ട്. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ നല്ല കിട്ടില്ല വൈബാണ് കേട്ടോ. വൈകുന്നേരം ടൈമിലൊക്കെ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടായാലും വന്നിരിക്കാൻ പറ്റിയ നല്ല കിട്ടില്ല സ്പോട്ടാണ്. എന്തൊക്കെയോ കൃഷി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്താണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. അപ്പം ഇതാരെ പെരകടോടൊന്നും ഒരു പിടുത്തവും ഇല്ല. ഈ സ്ഥലം മൊത്തത്തിൽ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു കിഡിലൊരു സ്ഥലമാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. ലേക്കിൻ്റെ സൈഡിലായിട്ട് പാർക്ക് കാണുന്നത്, അതൊന്നും നല്ല കിട്ടില്ല ഒരു വൈബുള്ള ഒരു സ്ഥലം. പച്ചപ്പൊക്കെ നിറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഏരിയ. അതാണ്ട് ഇപ്പം ഇനി പോണ സ്ഥലത്താണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമാണ്. ഞാൻ നടന്നിടന്ന് ഈ സ്ഥലത്തിൻ്റെ ഓരോരോ പാർട്ടായിട്ട് അൺലോക്ക് ചെയ്യണം. ഇവിടെ അത്യാവശ്യം കൊള്ളാം ഗൈസ്. പണ്ട് കണക്കിന് ഓലയൊക്കെ കിടക്കുമ്പോഴേ ഇങ്ങനെയുള്ള സ്ഥലത്തല്ല, ഗ്രൗണ്ടിലൊക്കെ ഓലയൊക്കെ കിടക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങി പറക്കുമായിരുന്നു. ഊഞ്ഞാൽ പോലെ ആടുമായിരുന്നു. എന്നിട്ട് ഓല ഇടിഞ്ഞ് വീഴുമ്പം മീൻസ് ഓല അതിൽ നിന്ന് വീഴുമ്പോൾ തറ വീഴും. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. പറഞ്ഞു ഭയങ്കര തന്ത വൈബായി പോയില്ലേ. എൻ്റെ ഗൈസ് ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലത്തുള്ള ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. മാപ്പ് എടുത്ത് നോക്കിയാലും അല്ലാതെ തന്നെ വീഡിയോസിന് നോക്കിയാലും ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് കുറേ സ്ഥലം ഇതുപോലെ കിട്ടും. ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷം. നമ്മളിങ്ങനെ നമ്മളെ തൊട്ടടുത്തുള്ള കുറേ സ്ഥലമൊക്കെ ഇങ്ങനെ മിസ്സാക്കും. ഇപ്പം ഇങ്ങനെ ഒരു വ്യൂ കിട്ടാനായിട്ട് ആലപ്പുഴയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇവിടെ വന്നാലും കിട്ടും. ഇതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇത് കണക്കിന് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഇതേപോലെ ഇഷ്ടംപോലെ സ്ഥലം നമ്മളെ ചുറ്റുപാടും തന്നെ ഉണ്ട്. അതൊക്കെ കാണാതെ പിന്നെ വേറെ സ്ഥലത്തേക്കും വേറെ ജില്ലയിലൊക്കെ പോയി കണ്ടിട്ടെന്നില്ലേ. തിരുവനന്തപുരത്ത് ഉള്ള സ്ഥലം മൊത്തം അങ്ങ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പുറത്തോട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ പോകാൻ. സോ അതാണ് ഈ ഇടയ്ക്കായിട്ട് കുറേ പാറയും മലയും ഇതുപോലത്തുള്ള വൈബ് സ്ഥലവും അതൊക്കെ കണ്ടുപിടിച്ച് വ്ളോഗിൽ ആഡാക്കുന്നത്. അപ്പോൾ അതിന് കൊള്ളാം ഗൈസ്, സെറ്റാണ്. വൈബ് വേറെ ലെവലാണ്. വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വ്ളോഗിൽ പുതിയൊരു സ്ഥലമായിട്ട് കാണാം. അതുവരേക്കും ബൈ.